ഹലോ കൂട്ടുകാരെ, അപ്പം രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. നമ്മുടെ തൊട്ട് താഴെപ്പുറത്തുള്ള അമ്പലത്തിലാണ്, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ. അപ്പം ഇന്ന് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ അമ്പലത്തിലൊക്കെ പോകാമെന്ന്. അങ്ങനെ ഞാനും കുഞ്ഞാപ്പിയും കൂടെ അമ്പലത്തിലേക്ക് പോയത്. അപ്പം നമ്മുടെ വയസ്സെന്ന് പറയരുതല്ലോ എത്ര ആണെന്നുള്ളത്. പണ്ടൊക്കെ ആയിരുന്നു കല്യാണത്തിന് മുന്നേ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ കേക്ക് മേടിക്കുന്നു, ഡ്രസ്സ് പുതിയത് മേടിക്കുന്നു, ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നമ്മൾ പിന്നെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു മുന്നോട്ടൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ മറന്നു പോകും. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഹാപ്പിനെസ് എല്ലാം നമ്മൾ മറന്നു പോകും. അപ്പോൾ പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുട്ടി, കുഞ്ഞുങ്ങൾ, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെക്കും. ഇപ്പോൾ എൻ്റെ ഒരു ചിന്താഗതിയിലും ഞാൻ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ പല രീതിക്ക് ആഘോഷിക്കുന്നു. ഇപ്പം അങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കണിക്കൊന്ന പൂവൊക്കെ പറിക്കുവാണ് കേട്ടോ. ചുമ്മാതെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ നമുക്ക് ഒരു വയസ്സും കൂടെ കൂടിയിരിക്കുകയാണ്. എൻ്റെ ദൈവമേ എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ പ്രായം ചെന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളും കുഞ്ഞാപ്പി അവിടെ പിടിച്ച് നിർത്തി കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ നേരെ നമ്മൾ ആ ഒരു കണിക്കൊന്ന എടുത്ത് നമ്മുടെ കൃഷ്ണൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിഷു സമയത്തൊക്കെ കിട്ടുമോ എന്തോന്ന് അറിയില്ല. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ കാണാം.